നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷ എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഒരു 15 ഡേയ്സ് ചലഞ്ച് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ 15 ഡേയ്സ് ചലഞ്ച് ക്ലാസിന്റെ 28ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുവാനുണ്ട്. ഇപ്പോൾ ടോപ്പിക് ബേസ് ആണ് ഇന്ന് നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രധാന ടോപ്പിക്കുകളാണ് ഇന്ന് പഠിക്കുവാനുള്ളത് നമുക്കൊന്ന് നോക്കാം. സമയങ്ങളുടെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ നോക്കുവാൻ പോവുകയാണ് മത്സ്യബന്ധന മേഖല. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മത്സ്യബന്ധന മേഖല. PSC പ്രധാനമായിട്ട് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് മത്സ്യബന്ധനം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ഇവിടെ നിന്നും പഠിക്കുവാനുണ്ടെന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2ാം സ്ഥാനമാണ്. പഴയ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3ാം സ്ഥാനം എന്ന് കിടക്കും, തെറ്റിപ്പോവരുത്. ഇത് 2025 കണക്ക് പ്രകാരമാണ് പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 2ാം സ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? അത് ചൈനയാണ് കേട്ടോ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. 2ാം സ്ഥാനം ഇന്ത്യയാണ്. 3ാം സ്ഥാനം ആരാ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് ഇന്ത്യയുടെ പേര് കൊണ്ട് നടക്കുന്ന ഇന്തോനേഷ്യയാണ് കേട്ടോ. ഏതാണ്? ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് 3ാം സ്ഥാനം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന, 2ാം സ്ഥാനം ഇന്ത്യ, 3ാം സ്ഥാനം ഏതാ? ഇന്തോനേഷ്യയാണ്. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം? സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് തമിഴ്നാടാണ് കേട്ടോ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. 2ാം സ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. 3ാം സ്ഥാനം ഏതാണ്? കേരളമാണ്. 3ാം സ്ഥാനം ഏതാണ്? നമ്മുടെ സ്വന്തം കേരളവുമാണ്. ഇത് 2025 കണക്ക് പ്രകാരമാണ് പറയുന്നത്. അപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, മത്സ്യം പിടിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 2ാം സ്ഥാനം ഗുജറാത്ത് ആണ്. 3ാം സ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയുടെ ആകെ മത്സ്യ ഉൽപാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന്റെ വിഹിതം ചോദിച്ചാൽ 70%. അതായത് കടൽ മത്സ്യം ഉൾപ്പെടാത്തത്, അതിനെയാണ് ഉൾനാടൻ മത്സ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ നദികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടല്ലോ, ഉപ്പ് കലരാത്ത ജലത്തിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങൾ, അവരെ വിളിക്കുന്ന പേരാണ് എന്താ? ഉൾനാടൻ മത്സ്യങ്ങൾ എന്ന്. അപ്പോ ഇന്ത്യയുടെ ആകെ മത്സ്യ ഉൽപാദനത്തില് ഉൾനാടൻ മത്സ്യങ്ങളുടെ ഉൽപാദനം എത്ര ശതമാനമാ? 70%. കേരളത്തിലെ മത്സ്യ ഉൽപാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന്റെ വീതം 27%. കേരളത്തിലെ മത്സ്യ ഉൽപാദനത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന്റെ വിഹിതം ചോദിച്ചാൽ എത്രയാ? 27%. കേരള ജനസംഖ്യയിൽ മത്സ്യത്തൊഴിലാളികളുടെ ശതമാനം 3.1%. കേരള ജനസംഖ്യയില് മത്സ്യത്തൊഴിലാളികളുടെ ശതമാനം ചോദിച്ചാൽ അത് 3.1%. കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 222. കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 222. അതായത് കേരളത്തിൽ സമുദ്രത്തിൽ നിന്നും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഗ്രാമങ്ങളുടെ എണ്ണം എത്രയാണ്? 222 ആണെന്ന് കേട്ടോ. കേരളത്തിലെ ആകെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം 113. കേരളത്തിലെ ആകെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 113 ആണ്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ കടലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. തെറ്റിപ്പോവല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ല. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും കാണും, അതുപോലെ സമുദ്രത്തിൽ നിന്നും മത്സ്യം പിടിക്കുന്നവരും കാണും. അപ്പൊ ഇവരെ എല്ലാവരെയും ചേർത്താണ് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ല. എന്നാൽ കടലിൽ നിന്ന് മാത്രം മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം ചോദിച്ചാൽ അത് എവിടെയാണ് കൂടുതൽ? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം ജില്ല. തെറ്റിപ്പോവരുതേ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ, അതായത് നമ്മുടെ നദികളിൽ നിന്നും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയാണ്.
കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ഏതാണത്? വയനാട് ജില്ലയാണ്. ഇനി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ലയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അതും എറണാകുളം ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയാണ്. എന്താ ഇങ്ങനെ മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കടൽ മത്സ്യവും വരും, അതുപോലെ തന്നെ നമ്മുടെ നദീജന്യ മത്സ്യങ്ങളും വരും. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയാണ്. രണ്ടാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ല. രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയാണ്. മൂന്നാം സ്ഥാനം കോഴിക്കോട് ജില്ലയാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചോളണേ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല. രണ്ടാം സ്ഥാനം കൊല്ലം ജില്ല. മൂന്നാം സ്ഥാനം ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? മറക്കരുത്, ഇടുക്കി ജില്ലയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. രണ്ടാമത് ഏറ്റവും കുറവ് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ലയാണ്. ഏതാണ്? വയനാട് ജില്ലയാണ്. മൂന്നാമത് കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. തെറ്റിപ്പോവരുത്, പാലക്കാട് ജില്ലയാണ്. അപ്പൊ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ. കേരളത്തിൽ ഏറ്റവും കുറച്ച് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. രണ്ടാമത്തെ ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. മൂന്നാമത്തെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് അരൂറാണ്. അരൂർ ഏത് ജില്ലയുടെ ഭാഗമാ സുഹൃത്തുക്കളെ? അരൂർ ഒന്ന് ഓർത്തു നോക്കിയേ. അരൂർ ഏത് ജില്ലയുടെ ഭാഗമാണ്? ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് കേട്ടോ. അരൂർ ഏത് ജില്ലയുടെ ഭാഗമാണ്? ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966. കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1966. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? എറണാകുളം ജില്ലയാണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് എന്താണ് മത്സ്യഫെഡ് എന്ന്. എന്താണ് മത്സ്യഫെഡ്? മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ അറിയപ്പെടുന്ന പേര് മത്സ്യഫെഡ് എന്ന്. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ് മത്സ്യഫെഡ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. മത്സ്യഫെഡ് രൂപീകൃതമായ വർഷം 1984. മത്സ്യഫെഡ് രൂപീകൃതമായ വർഷം 1984. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ്. ഇത് ചോദിച്ചിട്ടുണ്ട്. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നത്തിന്റെ പേരെന്താണ്? ന്യൂട്രി ഫിഷ് എന്നാണ്. മത്സ്യഫെഡിന്റെ വാർത്താ പത്രികയാണ് മത്സ്യ എന്നറിയപ്പെടുന്നത്. മത്സ്യഫെഡിന്റെ വാർത്താ പത്രിക അറിയപ്പെടുന്ന പേരാണ് മത്സ്യ. മത്സ്യസ്രോതസ്സുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന വർഷം 1988. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മത്സ്യസ്രോതസ്സുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആദ്യമായി ആരംഭിച്ചത് അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം എത്രയാ? 1988. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980. കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ CIFT ആസ്ഥാനം എവിടെയാണ്? അത് മത്സ്യപുരി. അത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേട്ടോ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി CIF ആസ്ഥാനം അറിയപ്പെടുന്നത് മത്സ്യപുരി എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. ഒന്നുകൂടെ പറയാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ CIFT ആസ്ഥാനം അറിയപ്പെടുന്നത് മത്സ്യപുരി എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, എറണാകുളം ജില്ല. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ CIFT ആസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താ? മത്സ്യപുരി എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. സമുദ്ര മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11ാം പഞ്ചവത്സര പദ്ധതി. സമുദ്ര മത്സ്യബന്ധന മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാ? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്.
കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരുതരം മത്സ്യമാണ് ഗപ്പി. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന മത്സ്യം ഏതാണ്? അത് ഗപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? കയറ്റുമതി ചെയ്യുന്ന, അത് മത്സ്യം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓർക്കുക, ചെമ്മീനാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്? ചെമ്മീനാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാള അഥവാ മത്തിയാണ് കേട്ടോ. ഓർക്കണം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചാള അഥവാ മത്തിയും, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് ചെമ്മീനാണ്. ഏതാണ്? ചെമ്മീനാണ്. ഇനി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ ഓർക്കണം, അത് മിസ് കേരളയാണ്. എന്താണ്? മിസ് കേരളയാണ്. അത് മറക്കരുത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസ് കേരളയാണ്. ഈ 3 പോയിന്റ് മറക്കരുത്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന വിഭവം ഏതെന്ന് ചോദിച്ചാൽ അത് ചെമ്മീനാണ്. എന്നാൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ചോദിച്ചാൽ അത് ചാള അഥവാ മത്തിയാണ്. ഇനി കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അലങ്കാര മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മിസ് കേരളയാണ്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും ഡോക്ടർ ബി മീനാകുമാരി കമ്മീഷനും. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷനുകൾ 2 ഏതൊക്കെയാണ്? ഒന്ന് മുരാരി കമ്മീഷനും അതുപോലെ തന്നെ ഡോക്ടർ ബി മീനാകുമാരി കമ്മീഷനുമാണ്. ഇതിനകത്ത് മുരാരി കമ്മീഷൻ ഓൾറെഡി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. കടലിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസുകളാണ് പ്രതീക്ഷ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കാരുണ്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബേപ്പൂരാണ്. ഈ 3 പ്രദേശത്താണ് കേട്ടോ. ഇതിൽ ആദ്യം വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. മറക്കരുത്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഇനി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ പ്രതീക്ഷ മറൈൻ ആംബുലൻസ് വിഴിഞ്ഞത്ത് വന്ന വർഷം ചിലപ്പോൾ ചോദിക്കും. ഓർത്തോളണം, 2020 ആണ് കേട്ടോ. ചിലപ്പോൾ കറണ്ട് അഫേഴ്സ് ആയിട്ട് കയറി ചോദിക്കും കേട്ടോ. അപ്പൊ ഓർക്കണം, ഈ പ്രതീക്ഷ എന്ന് പറയുന്ന മറൈൻ ആംബുലൻസ് വിഴിഞ്ഞത്ത് എന്ന് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് 2020 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 58 ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിന് 2028 വരെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. 58 ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിന് 2028 വരെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായ മത്സ്യത്തൊഴിലാളികളാണ് സജീവ മത്സ്യത്തൊഴിലാളികള്. ഓർക്കണം, മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് ഈ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അവരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഉപജീവനത്തിനായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും എന്നാൽ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുമായ മത്സ്യത്തൊഴിലാളികളാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അനുബന്ധ മത്സ്യ തൊഴിലാളികൾ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല തന്നെയാണ്. കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ചോദിച്ചാലും എറണാകുളം ജില്ല തന്നെയാണ്. ഇനി സമുദ്ര മത്സ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാലും എറണാകുളം ജില്ല തന്നെയാണ്. 2ാം സ്ഥാനം ആർക്കാ? നമ്മൾ പഠിച്ചു, കൊല്ലം ജില്ലക്കാണ്. 3ാം സ്ഥാനം ആർക്കാണ്? കോഴിക്കോട് ജില്ലക്കാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ, കോഴിക്കോട് ജില്ലക്കാണ്. കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും. കേരളത്തിൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനം, അതായത് നമ്മുടെ നദികളിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഒന്ന് കോട്ടയം ജില്ലയും മറ്റൊന്ന് ആലപ്പുഴ ജില്ലയുമാണ്.
കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച വർഷം 1956. കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച വർഷം 1956. കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വികാസ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനമാണ് വികാസ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? ഫിഷറീസ് വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, VE അബ്ദുൽ ഗഫൂർ ആണ് കേട്ടോ. പേരെന്താണ്? VE അബ്ദുൽ ഗഫൂർ ആണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യങ്ങൾ. 2025 കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് പാതാള പൂന്താരകൻ. 2025 കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് പാതാള പൂന്താരകൻ. 2024 സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ശുദ്ധജല മത്സ്യമാണ് കൊയ്മ റമാദേവി. 2024 സൈലന്റ് വാലിയിലെ കുന്തിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ശുദ്ധജല മത്സ്യം ഏതാണ്? കൊയ്മ റമാദേവിയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ട നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുക, കുന്തിപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മലിനീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മലിനീകരണം ഏറ്റവും കുറവുള്ള നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുന്തിപ്പുഴയാണ്. അതുപോലെ തന്നെ കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടല്ലോ ഉപേക്ഷിച്ചത്, അവന്റെ പേരെന്താ? ഒന്ന് ഓർത്ത് നോക്കിയേ. കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജലവൈദ്യുത പദ്ധതി, യെസ്, അതാണ് പാത്രക്കടവ് പദ്ധതി. എല്ലാവർക്കും അറിയാവുന്നതാണ്. കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. പക്ഷെ ഇത് നടന്നില്ല കേട്ടോ. 2023 കോട്ടയം ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ഭൂഗർഭ ജലാശയ ക്യാറ്റ്ഫിഷ് ആണ് ഹൊറാഗ്ലാനിസ് പോപ്പുലി. 2023 കോട്ടയം ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ഭൂഗർഭ ജലാശയ ക്യാറ്റ്ഫിഷ് ആണ് ഹൊറാഗ്ലാനിസ് പോപ്പുലി. പശ്ചിമഘട്ട മലമേഖലയുടെ ഭാഗമായ നദികളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡോക്കിൻസിയ. പശ്ചിമഘട്ട മലമേഖലകളുടെ ഭാഗമായ നദികളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡോക്കിൻസിയ. അപൂർവ ജനുസിൽപ്പെടുന്ന സിഗ്നൽ മത്സ്യമായ ടെറോപ്സറോൺ ഇൻഡിക്കം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ലക്ഷദ്വീപ് കടലിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തു നിന്നുമാണ് നമുക്ക് ഈ ടെറോപ്സറോൺ ഇൻഡിക്കത്തെ കിട്ടിയത്. ഓർക്കണം, അപൂർവ ജനുസിൽപ്പെടുന്ന സിഗ്നൽ മത്സ്യമായ ടെറോപ്സറോൺ ഇൻഡിക്കം കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിലെ ലക്ഷദ്വീപ് കടലിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സ്യത്തെ നമ്മൾ കണ്ടെത്തിയത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരള മത്സ്യബന്ധന മേഖലയും പ്രധാന സ്ഥാപനങ്ങളുമാണ്. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കേരള മത്സ്യബന്ധന മേഖലയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അതിനെയാണ് നമ്മൾ മത്സ്യഫെഡ് എന്ന് പറയുന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് തിരുവനന്തപുരം, അല്ലെങ്കിൽ അത് നമ്മൾ പറയുന്നു മത്സ്യഫെഡ് എന്ന്. സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചി. സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ലയാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെയാണ്? കൊച്ചിയിലാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ. കേരള ഫിഷർമെൻ വെൽഫെയർ ഫണ്ട് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് ഓടയം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് ഓടയം, തിരുവനന്തപുരം ജില്ല. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പള്ളിപ്പുറം, ചേർത്തല, ആലപ്പുഴ ജില്ല. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ മെഗാ സീ ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പ്രദേശം പള്ളിപ്പുറം, സ്ഥിതി ചെയ്യുന്നത് ചേർത്തല, ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിതമാകുന്നത് പുതിയങ്ങാടി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിതമാകുന്നത് പുതിയങ്ങാടി, കോഴിക്കോട് ജില്ല. കേരളത്തിലെ ആദ്യ വറ്റ മത്സ്യം വിത്ത് ഹാച്ചറി ആരംഭിച്ചിരിക്കുന്നത്
അഴീക്കോട്, കൊടുങ്ങല്ലൂർ, തൃശൂർ ജില്ലയില്. കേരളത്തിലെ ആദ്യ വറ്റ മത്സ്യം വിത്ത് ഹാച്ചറി ആരംഭിച്ചിരിക്കുന്ന 2 പ്രദേശങ്ങളിലാണ്. ഒരെണ്ണം അഴീക്കോടും മറ്റൊന്ന് കൊടുങ്ങല്ലൂരും. രണ്ടും എവിടെയാ? തൃശൂർ ജില്ലയിലാണ്. മത്സ്യമേഖലയിലെ പരാതികൾക്കും സംശയങ്ങൾക്കും യഥാസമയം മറുപടിയും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഫിഷറീസ് കോൾ സെന്ററിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. മത്സ്യമേഖലയിലെ പരാതികൾക്കും സംശയങ്ങൾക്കും യഥാസമയം മറുപടിയും പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഫിഷറീസ് കോൾ സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് കേരള മത്സ്യബന്ധന മേഖലയും പ്രധാന പദ്ധതികളും. കേരള മത്സ്യബന്ധന മേഖലയും പ്രധാന പദ്ധതികളും. കേരളത്തിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് നീണ്ടകര, കൊല്ലം ജില്ല. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് നീണ്ടകര, കൊല്ലം ജില്ലയിലാണ്. ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിലവിൽ വന്നു. അതായത് 1953 ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വരുന്നത്. ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യമേതാ? അതിനകത്ത് തന്നെയുണ്ട് ആ രാജ്യത്തിന്റെ പേര്. ഏതാണ് ആ രാജ്യം? നോർവേ എന്ന രാജ്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ നോർവീജിയൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യം ചോദിച്ചാല് നോർവേ എന്നുള്ള രാജ്യമാണ്. ഇനി ആദ്യമായിട്ട് നീണ്ടകരയിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിലും പിന്നെ അത് കൊച്ചിയിലേക്ക് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. പിന്നെ കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോജക്റ്റ്. എന്നാൽ ഇപ്പോൾ ഈ പ്രോജക്റ്റ് നിലവിലുണ്ടോ? ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാല് 1972 കൂടി ഈ പ്രോജക്റ്റ് അവസാനിച്ചു കേട്ടോ. ഇത്രയും പോയിന്റ് ഓർത്തോണം. അപ്പോ കേരളത്തില് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാല് നീണ്ടകര, കൊല്ലം ജില്ല. ഇനി എന്താ ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് ചോദിച്ചാല് നമ്മുടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അവർക്ക് കൂടുതലായിട്ട് പുതിയ രീതിയിലുള്ള മത്സ്യബന്ധന രീതികൾ പരിചയപ്പെടുത്തുക, വിപണന മേഖല ശക്തമാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്നത്. ഇത് ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു നീണ്ടകര, കൊല്ലം ജില്ലയിലാണ്. ഇനി 1953 ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഇതുമായി സഹകരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് നോർവേ എന്ന് പറയുന്ന രാജ്യമാണ്. ഇനി ഇതിന്റെ എക്സ്പാൻഷൻ എവിടെയൊക്കെയായിരുന്നു? കൊച്ചി, പിന്നെ തമിഴ്നാട്, കർണാടക, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവാനായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ 1972 ആയപ്പോഴത്തേക്കും ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് അവസാനിക്കുകയാണ് ചെയ്തത്. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി മാതൃക മത്സ്യഗ്രാമം പദ്ധതി. ഓർക്കണം, മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് മത്സ്യഗ്രാമം പദ്ധതി. ഈ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുമ്പളങ്ങി. ഇത് ഇപ്പൊ അങ്ങോട്ട് പ്രീവിയസ് ആയി PSC ചോദിച്ചതേ ഉള്ളേ. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം എന്ന് ചോദിച്ചാൽ അത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി എന്ന് പറയുമ്പോൾ ഏത് ജില്ലയുടെ ഭാഗമാണ്? എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. കുമ്പളങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. കടലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുചിത്വ സാഗരം പദ്ധതി. കടലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സാഗരം പദ്ധതി. ഈ ശുചിത്വ സാഗരം പദ്ധതി ആരംഭിച്ച വർഷം 2018. ശുചിത്വ സാഗരം പദ്ധതി ആരംഭിച്ച വർഷം എത്രയാണ്? 2018. ഓഖി ദുരന്തത്തെ തുടർന്ന് കടലിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി മറൈൻ ആംബുലൻസ് പദ്ധതി. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് എവിടെയാ വന്നത്? അത് വിഴിഞ്ഞത്താണ്. അതിന്റെ പേരാണ് പ്രതീക്ഷ. എന്നാ വന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു, 2020. ഇതൊക്കെ ഓർക്കണം. അപ്പോ ഓഖി ദുരന്തത്തെ തുടർന്ന് കടലിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയായിരുന്നു മറൈൻ ആംബുലൻസ് പദ്ധതി. ഇങ്ങനെ ആദ്യത്തെ കേരളത്തിലെ മറൈൻ ആംബുലൻസ് എവിടെ വരുന്നു? വിഴിഞ്ഞത്ത് വരുന്നു. അവന്റെ പേരെന്താ? പ്രതീക്ഷ എന്നായിരുന്നു. 2020 ഈ മറൈൻ ആംബുലൻസ് പദ്ധതി ആരംഭിച്ചത്.
കർഷക പങ്കാളിത്തത്തോടെ കേരളത്തിലെ ജലകൃഷിക്ക് അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജലകൃഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി മത്സ്യ കേരളം പദ്ധതി. കർഷക പങ്കാളിത്തത്തോടെ കേരളത്തിലെ ജലകൃഷിക്ക് അനുയോജ്യമായ ഉൾനാടൻ ജലാശയങ്ങളിൽ ജലകൃഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മത്സ്യ കേരളം പദ്ധതി. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഒരു നെല്ലും ഒരു മീനും പദ്ധതി. ഇത് പഠിച്ചു വെച്ചോളണം, ചോദിക്കും. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി. കേരളത്തിലെ വിപണികളിൽ ലഭ്യമാകുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുഖേന നടപ്പിലാക്കപ്പെട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. കേരളത്തിലെ വിപണികളിൽ ലഭ്യമാകുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സാഗർ റാണി എന്നാണ്. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതി അന്തിപ്പച്ച പദ്ധതി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? അന്തിപ്പച്ച പദ്ധതി. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി സൊസൈറ്റി ഫോർ അസിസ്റ്റ് ടു ഫിഷർ വുമൻസ് അഥവാ സാഫ് ആണ്. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റ് ടു ഫിഷർ വുമൻ അഥവാ സാഫ്. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേരള ഫിഷറീസ് വകുപ്പും KSRTCയും ഒത്തുചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി സമുദ്ര പദ്ധതി. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേരള ഫിഷറീസ് വകുപ്പും KSRTCയും ഒത്തുചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സമുദ്ര പദ്ധതിയാണ്. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുവാൻ പോവാണ്. അതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. ഇതിൽ നിന്ന് മിനിമം ഒരു 4 ചോദ്യമെങ്കിലും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം, മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഇതിനകത്ത് മുതലപ്പൊഴി പഠിച്ചോളണം. ഇപ്പോ ഒരുപാട് അപകടങ്ങൾ നടന്നത് മൂലം നമ്മുടെ ന്യൂസിലൊക്കെ ഒത്തിരി വന്നിട്ടുള്ള ഒരു തുറമുഖമാണ് ഈ മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം. അതുകൊണ്ട് അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണം. അപ്പോ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖവും മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖവും സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. തങ്കശ്ശേരി മത്സ്യബന്ധന തുറമുഖം, നീണ്ടകര മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. തങ്കശ്ശേരി മത്സ്യബന്ധന തുറമുഖം, നീണ്ടകര മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖം, കായംകുളം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖം, കായംകുളം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖം, കായംകുളം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. മുനമ്പം മത്സ്യബന്ധന തുറമുഖം, ചെല്ലാനം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. മുനമ്പം മത്സ്യബന്ധന തുറമുഖം, ചെല്ലാനം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. പൊന്നാനി മത്സ്യബന്ധന തുറമുഖം, താനൂർ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. പൊന്നാനി മത്സ്യബന്ധന തുറമുഖം, താനൂർ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖം, പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം, ചോമ്പാല മത്സ്യബന്ധന തുറമുഖം, വെള്ളായിൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ട്. കോഴിക്കോട് ജില്ലയിൽ അപ്പൊ എത്ര മത്സ്യബന്ധന തുറമുഖങ്ങളുണ്ട്? 5 മത്സ്യബന്ധന തുറമുഖങ്ങളുണ്ട് കേട്ടോ. അപ്പോ ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖം, കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖം, പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖം, ചോമ്പാല മത്സ്യബന്ധന തുറമുഖം, വെള്ളായിൽ മത്സ്യബന്ധന തുറമുഖം, ഇവന്മാരെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയുടെ ഭാഗമായാണ്. മാപ്പിള ബേ മത്സ്യബന്ധന തുറമുഖം,
തലായി മത്സ്യബന്ധന തുറമുഖം, അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ. മാപ്പിള ബേ മത്സ്യബന്ധന തുറമുഖം, തലായി മത്സ്യബന്ധന തുറമുഖം, അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായി. ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം, മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയില്. ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം, മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയുടെ ഭാഗമായാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി നീണ്ടകരയാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാ? നീണ്ടകരയാണ്. ലോക സമുദ്ര ദിനം എന്ന സുഹൃത്തുക്കളെ ജൂൺ 8-നാണ്. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം പുതിയ ആഴങ്ങളെ ഉണർത്തുക അല്ലെങ്കിൽ അവർക്ക് ന്യൂ ഡെപ്ത് എന്നുള്ളതാണ് കേട്ടോ. ഓർത്തു വെച്ചേക്കണേ, 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക അഥവാ അവർക്ക് ന്യൂ ഡെപ്ത് എന്നാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7-ആണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 7-ആണ്. 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക. ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിത കാര്യങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുക. ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ അൺഎക്സ്പെക്ടഡ് എന്നായിരുന്നു കേട്ടോ. ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ് എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ല. ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോക സമുദ്ര ദിനം ജൂൺ 8-ആണ്. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ പുതിയ ആഴങ്ങളെ ഉണർത്തുക എന്നാണ്. അതായത് അവേക്കൻ ന്യൂ ഡെപ്ത് എന്നായിരുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7-ആണ്. 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നായിരുന്നു. അഥവാ ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ അൺഎക്സ്പെക്ടഡ് എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യ മഴപാമിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് ജില്ല. അടുത്തതാണ് പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവ പവിഴപ്പുറ്റുകളാണ്. കടലിനുള്ളിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. കടലിനടിയിലെ പൂന്തോട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ ജീവിവർഗമാണ്. പഠിച്ചോളനെ, പവിഴപ്പുറ്റുകൾ ജീവിവർഗമാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കും മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് പവിഴപ്പുറ്റുകളാണ്. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് പവിഴപ്പുറ്റുകൾ ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പലതരത്തിലുള്ള കടൽ ജീവികളുടെ വാസകേന്ദ്രങ്ങളാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. പവിഴപ്പുറ്റു വർഷമായി നാം ആചരിച്ചത് 1997-ഉം 2008-ഉമാണ്. പഠിച്ചോളനെ, പവിഴപ്പുറ്റു വർഷമായി നമ്മൾ ആചരിച്ചത് 1997-ഉം 2008-ഉമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകളുള്ളത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. അതുപോലെ ഇന്ത്യയിൽ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് ലക്ഷദ്വീപിലാണ്. ഇന്ത്യയിൽ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി കണ്ണൂർ ജില്ലയാണ്. കേരളത്തിലെ കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരള തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? തീരപ്രദേശം എന്ന്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്ന കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാന ബീച്ചുകളെ പറ്റിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന ബീച്ചുകൾ മുഴുവൻ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച ബീച്ചുകളാണ്. ഒരൊറ്റ ബീച്ച് പോലും നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ പ്രധാന ബീച്ചുകൾ. പാപനാശം ബീച്ച് അല്ലെങ്കിൽ നമ്മൾ പറയും വർക്കല ബീച്ച് എന്ന്. അതുപോലെ ശംഖുമുഖം, കോവളം ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പാപനാശം ബീച്ച് അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വർക്കല ബീച്ച് എന്ന്. അതുപോലെ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്.
തങ്കശ്ശേരി ബീച്ച് കൊല്ലം ജില്ല. തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ല. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ല. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ച് ഇവ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ബീച്ചുകളും നമ്മളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടി നോക്കാം. പാപനാസം ബീച്ച്, അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വർക്കല ബീച്ച്. അതുപോലെ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളാണ്. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് പണ്ട് മുതലേ ഉണ്ട്. E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ പഠിക്കാനുള്ള കോഡ്. E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല, പ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ല, കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ല. സെറ്റാണേ. അപ്പൊ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് എന്താണ്? E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല, പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ല, കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. ഏറ്റവും കുറവ് തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാ? ചേർത്തല താലൂക്കാണ്. ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട് എന്ന് പറയുന്നത് 2.2 മീറ്റർ താഴെയാണ്. എവിടെ നിന്നും? സമുദ്രനിരപ്പിൽ നിന്നും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് നെല്ലും തെങ്ങുമാണ്. കേരളത്തിന്റെ തീരപ്രദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. കേരളത്തിന്റെ തീരപ്രദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാ? തോറിയമാണ്. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ചാകര. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ചാകരയാണ്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളികളും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനെ ചാകര എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ
ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് അറിയപ്പെടുന്നത്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലാണ്. ഇമ്പോർട്ടന്റ്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് തീരമേഖലയിലാണ്. ചാകരിക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇതൊക്കെ പ്രീവിയസ് ആണ്. ചാകരിക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980. കേരളത്തിലെ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം 1980 ആണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കപ്പെട്ട വർഷം 1988. കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ വർഷം 1988. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. കേരളത്തിലെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കമ്മിറ്റികളാണ് മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കമ്മിറ്റികളാണ് മുരാരി കമ്മീഷനും മീനാകുമാരി കമ്മീഷനും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2007. ഇമ്പോർട്ടന്റ് ആണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുന്ന കേരള വർഷകാല മത്സ്യബന്ധന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2007 ആണ്. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യം മത്തിയാണ്. കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന മത്സ്യം ഏതാ? മത്തിയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം എന്ന് ചോദിച്ചാൽ മിസ് കേരളയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം എന്ന് ചോദിച്ചാൽ അത് മിസ് കേരളയാണ്. ഗ്രീൻ ക്രോമൈഡ്, പേൾ സ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മത്സ്യം കരിമീൻ. ഗ്രീൻ ക്രോമൈഡ്, പേൾ സ്പോട്ട് എന്നീ പേരുകളിൽ കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന മത്സ്യം ഏതാ? കരിമീനാണ്. കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് 2010-2011. കേരള സംസ്ഥാന സർക്കാർ കരിമീൻ വർഷമായി പ്രഖ്യാപിച്ചിരുന്ന കാലയളവ് 2010-2011. ചാകരിക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശം പുറക്കാട്. ചാകരയ്ക്ക് പേരുകേട്ട ആലപ്പുഴ ജില്ലയിലെ പ്രദേശം പുറക്കാട്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. കേരള തീര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കൺഫ്യൂഷൻ നമുക്കങ്ങ് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം, അതായത് ഇലിമിനേറ്റും അതുപോലെ തന്നെ മോണോസൈറ്റുമാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് ഇൽമനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റോ അല്ലെങ്കിൽ റൂട്ടൈൽ എന്നൊക്കെ പറയുന്നത്. ടൈറ്റാനിയത്തിന്റെ അയിരാണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടൊരു മൂലകമല്ല. പിന്നെ എങ്ങനെ ഇൽമനൈറ്റിന് റേഡിയോ ആക്ടിവിറ്റി വരുന്നതെന്ന് ചോദിച്ചാല് ഈ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും ആ ഇൽമനേറ്റിനകത്ത് എപ്പോഴും ഒന്നുകിൽ ആര് കാണും? തോറിയം കാണും, അല്ലെന്നുണ്ടെങ്കിൽ യുറേനിയത്തിന്റെ വളരെ ചെറിയൊരു ട്രേസ് കാണും കേട്ടോ. അതായത് നാച്ചുറലി നമ്മുടെ ഇൽമനേറ്റ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള വസ്തുവല്ല. എന്നാൽ ഈ ഇൽമിനേറ്റ് നമ്മൾ ഖനനം ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഇൽമിനേറ്റിനോടൊപ്പം ആര് കൂടെ കാണും? ഒന്നീ തോറിയം കാണും, അല്ലെന്നുണ്ടെങ്കിൽ യുറേനിയം കാണും. അതുകൊണ്ട് ഈ തോറിയത്തിന്റെയോ യുറേനിയത്തിന്റെയോ പ്രസൻസ് മൂലം ഈ ഇൽമിനേറ്റ് എന്ത് ചെയ്യും? നാച്ചുറലി ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവം, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇൽമനൈറ്റും മോണോസൈറ്റും ആയത്. മോണോസൈറ്റ് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. അതുകൊണ്ട് തന്നെ മോണോസൈറ്റ് റേഡിയോ ആക്റ്റീവ് സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അന്ന് ഈ ചോദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആരാ? ഇൽമനൈറ്റും, മറ്റൊരാൾ ആരാണ്? മോണോസൈറ്റുമാണ്. നമുക്കിനി കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളൊന്ന് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ. ഇത് നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ നിന്നുള്ള ഡേറ്റാസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം.
കേരള ധാതുമണലിൽ കാണപ്പെടുന്ന പ്രധാന നിക്ഷേപങ്ങളാണ് ഇലുമിനേറ്റ് എന്ന് വെച്ചാൽ ടൈറ്റാനിയത്തിന്റെ അയിരാണ്. റൂട്ടൈൽ എന്ന് വെച്ചാൽ ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ്. ല്യൂക്കോക്സൻ ആരാണ്? ല്യൂക്കോക്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ് കേട്ടോ. ഏതാണ് ല്യൂക്കോക്സൻ എന്ന് പറയുന്നത്? മോണോസൈറ്റ് നമ്മൾ പറഞ്ഞു തോറിയത്തിന്റെ അയിരാണ്. സിർക്കോൺ, സില്ലിമാനൈറ്റ് ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലെ മണലിൽ കാണപ്പെടുന്ന പ്രധാന ധാതു നിക്ഷേപം എന്നുള്ളത്. ബാക്കിയുള്ളതിനെ പറ്റി നമുക്ക് പറയാം. അപ്പോ കേരള ധാതുമണലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൽമനൈറ്റ്, അത് ടൈറ്റാനിയത്തിന്റെ അയിരാണ്. റൂട്ടൈൽ എന്ന് പറഞ്ഞാലും ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ്. ലൂക്കോക്സൻ എന്ന് പറഞ്ഞാലും ടൈറ്റാനിയത്തിന്റെ ഒരു അയിര് തന്നെയാണ്. മോണോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറിയത്തിന്റെ അയിരാണ്. സിർക്കോണ്, സില്ലിമാനൈറ്റ് ഇത്രയും എന്തിനകത്തുണ്ട്? നമ്മുടെ കേരളത്തിലെ ധാതുമണലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന നിക്ഷേപങ്ങളാണ്. കേരളത്തിൽ നീണ്ടകരയ്ക്കും കായംകുളത്തിനും ഇടയിലുള്ള തീരദേശ മേഖലകളിലാണ് ലോകോത്തര നിലവാരമുള്ള ധാതുമണൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ നീണ്ടകരയ്ക്കും കായംകുളത്തിനും ഇടയിലുള്ള തീരദേശ മേഖലയിലാണ് ലോകോത്തര നിലവാരമുള്ള ധാതുമണൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ ചവറയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതാ? കൊല്ലം ജില്ലയിലെ ചവറയാണ്. കേരളത്തിലെ ധാതുമണൽ നിക്ഷേപത്തിന്റെ 60% കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തീരദേശ മേഖലയുടെ ഭാഗമായാണ്. കേരളത്തിലെ ധാതുമണൽ നിക്ഷേപത്തിന്റെ 60% കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തീരദേശ മേഖലയിലാണ്. കേരളത്തിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ഒന്ന് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്സ് അഥവാ KMML നാണ്. KMML നിലവിൽ വന്ന വർഷം 1932 കേട്ടോ, ശ്രദ്ധിച്ചോളണേ. അപ്പൊ കേരളത്തിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്ന അധികാരം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ കമ്പനി ഏതാ? കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിനാണ്. ഇതിന് നമ്മൾ KMML എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു. ഈ KMML രൂപീകൃതമായ വർഷം 1932. രണ്ടാമത് നമ്മൾ അധികാരം നൽകിയിരിക്കുന്നത് ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് അഥവാ IREക്കാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മുടെ ചവറയിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്നതിന് അവകാശം ആർക്കാണ് നൽകിയിരിക്കുന്നത്? ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്സിനാണ്, അല്ലെങ്കിൽ IREക്കുമാണ്. ഇനി ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ്. ഓർക്കണം, ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് ചവറയിലാണ്. ധാതുമണൽ കാണപ്പെടുന്ന തെക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് കന്നിമൽച്ചേരി, നീണ്ടകര, അഞ്ചുതെങ്ങ്, വെട്ടൂർ, വേളി, കഴക്കൂട്ടം, വിഴിഞ്ഞം, പാച്ചല്ലൂർ, കോവളം എന്നീ പ്രദേശങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന തെക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ഓർത്തു വെക്കണം. കനിമൽച്ചേരി, നീണ്ടകര, അഞ്ചുതെങ്ങ്, വെട്ടൂർ, വേളി, കഴക്കൂട്ടം, വിഴിഞ്ഞം, പാച്ചല്ലൂർ, കോവളം എന്നീ പ്രദേശങ്ങളിലാണ്. എന്നാൽ ഇവിടുത്തെ ധാതുമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ അളവ് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോ ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളപട്ടണം, അഴീക്കോട്, പൊന്നാനി, ചാവക്കാട് മേഖലകളാണ്. ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാ? വളപട്ടണം, അഴീക്കോട്, പൊന്നാനി, ചാവക്കാട് എന്നീ പ്രദേശങ്ങളാണ്. ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.